സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയിൽ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ. വളയം പിടിച്ച കൈക്കരുത്ത് കൊണ്ട് പഞ്ചഗുസ്തി ചാമ്പ്യനായ തൊടുപുഴക്കാരൻ ഓട്ടോ ഡ്രൈവറുടെ ജീവിതകഥ എന്തെന്ന് നേരിട്ട് അറിയാം. അവരൊക്കെ ആദ്യകാലത്ത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആവും വിധം എന്നെ കൊണ്ടും പറ്റുന്ന പോലെ ഉള്ള ജോലി ചെയ്ത് കിട്ടുന്നതും ഒക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്താണ് ഈ മത്സരം എന്നൊന്നും പറഞ്ഞില്ല, അറിയത്തുമില്ല. ഞാൻ സാധാരണ പോകുന്ന പോലെ പോകാൻ അനുവദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോകണം ഇവിടുന്ന്. സാമ്പത്തിക നില ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. പുതിയതായിട്ടുള്ള ഒരു സ്പോൺസർമാരെ ഇതിൻ്റെ അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കിതിൽ പോകാനുള്ള സാഹചര്യം ഒത്തുവരുള്ളൂ. റായ്പൂരിൽ നിന്നും വന്ന നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം നമ്മളോട് ചോദിക്കും, നിനക്ക് എന്ത് വേണമെന്ന്. എന്നാൽ തൊടുപുഴ മ്രാല സ്വദേശിയായ ബൈജു ലൂക്കോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും സ്വർണമുണ്ടെന്ന്. റായ്പൂരിൽ നിന്നും തൊടുപുഴയിലേക്ക് സ്വർണം കൊണ്ടുവന്ന ബൈജുവിൻ്റെ കഥയാണ് നാം ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം വെറുതെയല്ല ഇങ്ങോട്ട് സ്വർണം കൊണ്ടുവന്നത്, തൻ്റെ കൈക്കരുത്തിലൂടെയാണ്. കരിങ്കുന്നം മ്രാല സ്വദേശിയായ ആലുങ്കൽ ലൂക്കാൻ ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ മകനായ ബൈജു ലൂക്കോസിന് ചെറുപ്പം മുതലേ പഞ്ചഗുസ്തി എന്നാൽ ഹരമായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ പഞ്ചഗുസ്തി കമ്പം കഴിഞ്ഞ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ റായ്പൂരിൽ നടന്ന ദേശീയ മത്സരത്തിൽ ബൈജുവിനെ ഹാട്രിക് സ്വർണ്ണ നേട്ടത്തിന് ഉടമയാക്കുകയും ചെയ്തു. പുരുഷന്മാരുടെ സീനിയർ വിഭാഗ മത്സരത്തിൽ ഇടത് വലതു കൈകൾക്കും മാസ്റ്റേഴ്സ് പുരുഷ വിഭാഗത്തിൽ വലതു കൈക്കും എതിരാളിയെ വീഴ്ത്തിയായിരുന്നു ഈ 50-കാരൻ്റെ ഹാട്രിക് സ്വർണ്ണ നേട്ടം. വിദേശത്തേക്ക് പോയിട്ടുള്ളൊരു മത്സരത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാര്യം 20-ഓളം തവണ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ വെളിയിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കായിട്ട് വെളിയിലേക്ക് പോയിട്ടില്ല. ഇന്ത്യയിൽ നടന്ന ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇത്തവണ സ്പെയിനിൽ മാഡ്രിഡിൽ വെച്ചാണ് നടക്കുന്നത്, അടുത്ത മാസം അവസാനമായിട്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു പ്രൈസിൽ എത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രാക്ടീസ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അതിലൊരു 3-ൽ-1 മെഡലെങ്കിലും ഒന്ന് വാങ്ങിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം. ഇതിനോടകം കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധിയായ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ബൈജു ലൂക്കോസിന് അനേകം മെഡലുകളും ട്രോഫികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുമുണ്ട്. ആം റെസ്ലിംഗ് മേഖലയിൽ നമ്മുടെ കഴിവിനൊപ്പം സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ എത്ര ഒരു പ്രതിസന്ധി ചേട്ടന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ അകത്ത് പ്രതിസന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിൽ. 1992 മുതൽ ഈ ഫീൽഡിലുണ്ടെങ്കിലും കൂടുതലായിട്ട് എനിക്ക് സാമ്പത്തികം ഒരു പ്രശ്നമായിട്ട് വന്നത് ദേശീയ മത്സരങ്ങൾക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ്. അത് എൻ്റെ വീട്ടിലെ ഒരു സ്ഥിതി അതിന് അനുകൂലമായിരുന്നില്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും അപ്പനും അമ്മയും വേണ്ട വിധത്തിൽ കുറച്ചൊക്കെ സഹായിച്ചെങ്കിലും പിന്നെയുള്ള ഞാൻ എറണാകുളത്തൊരു ബാർ ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബെൻഹർ അതിൻ്റെ ഓണറായിരുന്ന ശ്രീ പോൾസൺ നമ്മളാക്കുഴിയിൽ പലവട്ടം എന്നെ പോകാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മളുടെ ക്ലബിൻ്റെ ചെറിയ രീതിയിലുള്ള സഹകരണങ്ങൾ, പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി ഫിലിപ്പ് ചെറുന്നലത്ത്, അവരൊക്കെ ആദ്യകാലത്ത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആവും വിധം എന്നെ കൊണ്ടും പറ്റുന്ന പോലെ ഉള്ള ജോലി ചെയ്ത് കിട്ടുന്നതും ഒക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നത്. 2016-ലാണ് ഇതിന് സ്പോർട്സ് കൗൺസിലിൻ്റെ അപ്ലിക്കേഷൻ കിട്ടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഏറെക്കുറെ എൻ്റെയൊക്കെ ഒരു നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്തിരുന്ന സമയമൊക്കെ ഏറെക്കുറെ അവസാനിച്ചിരുന്നു. അതിനുശേഷം ഈ 2024-ൽ എൻ്റെ
കൂടെ പണ്ട് മുതലേ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന എന്നെക്കാട്ടിലും സീനിയറായിട്ടുള്ള PK അബ്ദുൽസലാമിൻ്റെ വളരെ നിർബന്ധം കൊണ്ട് ഇത്തവണ ഈ മത്സരത്തിന് പങ്കെടുക്കണം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോകാം എന്ന് പറഞ്ഞ് ഒരൊറ്റ മാസത്തെ പ്രാക്ടീസ് കൊണ്ട് ഈ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും എന്നെ കണ്ട് പറ്റുന്ന രീതിയിലുള്ള ഈ മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലൂടെയൊക്കെ താങ്കൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ഇതിൽ ഇപ്പം മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ 1999 കാർഗിൽ വാർ നടക്കുന്ന ആ വർഷം, അപ്പോൾ നാഷണൽ മത്സരം നടക്കുന്ന പഞ്ചാബിലെ ഹൊഷിയാർപൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ചായിരുന്നു. ഇന്ന് കേരള ടീമിലേക്ക് സെലക്ഷൻ ഉണ്ട്. പക്ഷേ പലരും മാതാപിതാക്കൾ ഈ മത്സരാർത്ഥികളെ അങ്ങോട്ട് വിടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഏതാണ്ട് ഈ യുദ്ധം നടക്കുന്നതിൻ്റെ 100-150 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലമായിരുന്നു ഇത്. പോകാനാരും താല്പര്യമില്ലാണ്ട് ആരും വിടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്താണ് ഈ മത്സരം എന്നൊന്നും പറഞ്ഞില്ല, അറിയത്തുമില്ല. ഞാൻ സാധാരണ പോകുന്ന പോലെ പോകാൻ അനുവദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോകണം ഇവിടുന്ന്. തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ മുൻ വർഷങ്ങളിലെ ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രോഫി തന്നു വിടണം. അപ്പോൾ ആ ട്രോഫി തന്നുവിടാനായിട്ട് കൊരട്ടിയിലുള്ള റാഫേൽ സാറും മറ്റ് AU ഷാജു ഉൾപ്പെടെയുള്ള മുൻ മത്സരാർത്ഥി അവരെല്ലാം വന്നു എന്നെ യാത്ര അയക്കാനായിട്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ ഷാജുവും കൂടി എൻ്റെ കൂടെ പഞ്ചാബിലേക്ക് പോരാൻ തയ്യാറായി. അന്നേരവും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഭാഷ വളരെ ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയല്ലല്ലോ. പിന്നെ അറിയാവുന്ന പോലെയൊക്കെ എഴുതിയും പഠിച്ചൊക്കെ ആയിട്ട് പഞ്ചാബിൽ ഞങ്ങൾ എത്തി. ഡൽഹിയിൽ ചെന്നിട്ട് അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ബോബിയുടെ സഹായത്തോടെ ഞങ്ങൾ അവിടുന്ന് പഞ്ചാബിൽ ചെന്നു. പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടുകാരായ ഒരു 3 പേരും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ടീമിനൊപ്പം അല്ലെങ്കിൽ പോലും അവർ തനിയെ എത്തിയിരുന്നു. അങ്ങനെ 5 പേര് ഞങ്ങളന്ന് ആ പഞ്ചാബിലെ മത്സരത്തിൽ അറ്റൻഡ് ചെയ്ത് ഈ 5 പേരുടെ സമ്മാനം കൊണ്ട് മാത്രം അന്ന് അവിടെ കേരളം റണ്ണേഴ്സായ ഒരു ചരിത്രമുണ്ട്. അത് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിലും യുദ്ധത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നാലും ഞങ്ങളെ വളരെ സേഫായിട്ട് അവിടുത്തെ പോലീസും അവരെല്ലാം ഈ മത്സരങ്ങൾക്ക് വളരെ സുരക്ഷയൊക്കെ ഒരുക്കിയുള്ള ഒരു സംവിധാനമായിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. 92 ജില്ലാ മത്സരത്തിൽ തുടങ്ങിയ ആം റെസ്ലിംഗ് പോരാട്ടം നിലവിൽ സ്പെയിൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ വരെ എത്തി നിൽക്കുകയാണ്. സ്പെയിനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ താങ്കൾ. ആ പ്രതീക്ഷകളൊന്ന് എന്തൊക്കെയാണ് സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട്? സ്പെയിനിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം 25, 26, 27, 28 തീയതികളിലായിട്ട് നടക്കുകയാണ്. അതിലേക്ക് പോകുന്നതിനുള്ള താല്പര്യമുണ്ട്. അതിനുള്ള തീവ്രമായിട്ടുള്ളൊരു പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പോകുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു സാമ്പത്തിക നില ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. അപ്പോൾ ഇത്തവണ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകാനായിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഒരു സ്പോൺസർമാരെ ഇതിൻ്റെ അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കിതിന് പോകാനുള്ള സാഹചര്യം ഒത്തുവരുള്ളൂ. പക്ഷേ എൻ്റെ നല്ല സുവർണകാലം എന്ന് തന്നെ പറയായിരുന്നു. ആ സമയത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഒത്തു വന്നിട്ടുണ്ട്. ഇതിനായിട്ടുള്ളൊരു സ്പോൺസർമാർ മുന്നോട്ട് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷയുണ്ട്. ഞാൻ പ്രാക്ടീസ് തുടരുന്നു. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ബൈജു എത്തിയത് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിയാണ്. സ്പെയിനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. എങ്കിൽ പോലും സ്പോൺസർമാർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തീവ്ര പരിശീലനം തുടരുകയാണ് ഈ ചാമ്പ്യൻ. ബൈജുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറാമാൻ ഡൈസ് കൃഷ്ണയ്ക്കൊപ്പം ശ്രീലാൽ ഇടുക്കി, MT ന്യൂസ്. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus.
molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al-Azhar Group of Institutions, Tiruvura.